കാർഷിക വൃത്തി ജീവിതത്തിൽ സുഖകരമായ ഒരു അനുഭവമാണെന്ന് തിരിച്ചറിഞ്ഞ കർഷകനാണ് ശ്രീ മോഹനൻ. ഇത് കുളത്തൂർ പഞ്ചായത്തിലെ കൃഷിഭവൻ പരിധിയിലുള്ള മോഹനന്റെ ഭഗവതി വിള വീട്. ഒരു സാധാരണ കർഷക കുടുംബം, 2 പശുക്കൾ, 5 ആടുകൾ, 100ഓളം നാടൻ മുട്ടക്കോഴികൾ. ഇവിടെ 48കാരനായ മോഹനനും ഭാര്യ ബീനയും, വിദ്യാർത്ഥികളായ സജിതയും സജിനും മാത്രം. 4ാം ക്ലാസ് വരെ മാത്രം പഠിച്ച മോഹനൻ പട്ടിണി മാറ്റാൻ 12ാം വയസ്സ് മുതൽ അച്ഛനോടൊപ്പം കൂലിപ്പണി ചെയ്തു. ജോലിയില്ലാത്ത ദിവസങ്ങളിൽ സ്വന്തം സ്ഥലത്ത് ചെറിയ കൃഷിപ്പണി തുടങ്ങി. ക്രമേണ കൃഷിയിൽ ആകൃഷ്ടനായി. നാട്ടിൻപുറങ്ങളിൽ സാധാരണയായി ചെയ്തു വരുന്ന കൃഷിരീതികൾ മനസ്സിലാക്കി. കണ്ടറിഞ്ഞ കൃഷിരീതികൾ സ്വന്തം കൃഷിസ്ഥലത്ത് നടപ്പിലാക്കി. അങ്ങനെ കാർഷിക വൃത്തിയിൽ നിന്ന് കുറവല്ലാത്ത വരുമാനം കിട്ടുമെന്ന് ഉറപ്പായപ്പോൾ മോഹനൻ മുഴുവൻ സമയ കൃഷിക്കാരനായി മാറി. ഇന്ന് കുളത്തൂർ കൃഷിഭവനിലെ ഒരു നല്ല കൃഷിക്കാരനായ ശ്രീ കെ മോഹനെയാണ് കൃഷിദർശൻ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. അദ്ദേഹം ഒരു നല്ല കൃഷിക്കാരനോടൊപ്പം തന്നെ പുതിയ രീതിയിലുള്ള ആധുനിക രീതിയിലുള്ള കൃഷിമുറകളാണ് അവലംബിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൃഷിവിശേഷങ്ങൾ അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ശ്രീ മോഹനൻ, കൃഷി തുടങ്ങിയിട്ട് എത്ര വർഷമായി? 36 വർഷമായി. 36. ഇപ്പോൾ എത്ര വയസ്സായി? ഇപ്പോൾ 48 വയസ്സായി. 48 വയസ്സായി. ഇപ്പോൾ ഈ 12 വയസ്സിൽ തൊട്ട് കൃഷി തുടങ്ങിക്കഴിഞ്ഞു. ഏതുവരെ പഠിച്ചു? 4ാം സ്റ്റാൻഡേർഡ്. 4ാം സ്റ്റാൻഡേർഡ് പഠിച്ചു. പിന്നീട് എന്താണ്, എങ്ങനെയാണ് ഇതിൻ്റെ കൃഷിയിലേക്ക് ഒരു ചുവടുമാറ്റം വന്നത്? കൃഷി കുറച്ച് ആദ്യം 10 സെൻറ്റ് മുതലാണ് കൃഷി തുടങ്ങിയത്. ഇപ്പം എത്ര സ്ഥലത്താണ് കൃഷി? ഇപ്പോൾ ഏകദേശം പച്ചക്കറി, വാഴയും നെൽകൃഷിയും എല്ലാം കൂടെ 20 ഏക്കറോളം ചെയ്യുന്നുണ്ട്. സ്വന്തമായിട്ടുള്ള സ്ഥലമാണോ? സ്വന്തമായിട്ടുള്ളത് 1 ഏക്കറാണുള്ളത്. ബാക്കിയെല്ലാം പാട്ടത്തിനെടുത്തിട്ട് നമ്മളെ സ്വന്തം കിണറ്റിൽ നിന്ന് ജലസേചനം കൊണ്ടുവന്നാണ് തരിശായി കിടക്കുന്ന ഭൂമിയെല്ലാം കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ തുടക്കത്തിൽ ഏത് കൃഷിയാണ് ആദ്യം തുടങ്ങിയത്? പാവ. എത്ര വർഷങ്ങൾക്ക് മുമ്പ്? 36 വർഷം ആയി. ആദ്യ പശുല്. അത് സ്വന്തം കൃഷിഭൂമിയിലാണോ? സ്വന്തം കൃഷിഭൂമിയല്ല, പാട്ടത്തിനായിരുന്നു. ഈ പാട്ടം എന്ന് പറയുന്നത് ഇപ്പോൾ സാധാരണ വയൽ നികത്തിയുള്ള കൃഷിയാണ് സാധാരണ എല്ലായിടവും കാണുന്നത്. അതിന് വിഭിന്നമായിട്ടുള്ള ഒരു രീതിയാണ് ശ്രീ മോഹൻ അവലംബിക്കുന്നത്. അതായത് കരഭൂമിയിലാണ്. കരഭൂമി. ഈ കരഭൂമി പണ്ട് എങ്ങനെയായിരുന്നു? കരഭൂമി വെറും തൊടലിയും കാടും പിടിച്ച് കിടന്ന സ്ഥലമാണ്. നമ്മൾ ACB വെച്ച് കളച്ചിട്ട് ആൾക്കാരെ വെച്ച് അതിനെ കല്ലും അതിൻ്റെ എല്ലാ ഇത് നീക്കം ചെയ്തിട്ട് പുതിയ കൃഷിഭൂമിയായിട്ട് നല്ല രീതിയിൽ കൃഷിഭൂമിയാക്കി എടുത്തത്. 1 ഏക്കറിന് എത്രയാണ് പാട്ട കൃഷി? 5000 രൂപ ഒരു വർഷത്തെ. 5000 രൂപ ഒരു വർഷത്തേക്ക്. ഒരു വർഷത്തേക്ക്. അപ്പോൾ എന്ത് വിളയെടുക്കുന്നതിനും കുഴപ്പമില്ല? ഇല്ല. അല്ലേ? ഇതിൽ ഉടമസ്ഥന് വേറെ വല്ല വിളകളോ തെങ്ങോ അതുപോലുള്ള മരങ്ങളോ ഉണ്ടെങ്കിൽ? ഇടവിളയായിട്ട് വില കണ്ടങ്ങളിൽ ഒക്കെ ഉണ്ട്. പക്ഷെ അവർ അതിൻ്റെ ആദായം ഉടയക്കറി തന്നെ എടുക്കുന്നത്. ഇപ്പം നിലവിൽ ഇപ്പം എന്തൊക്കെ കൃഷിയാണുള്ളത്? ഇപ്പോൾ പാവലുണ്ട്, പടവലം, ചുരയ്ക്ക, കുമ്പളം, പയർ, വെണ്ട, ചീരയുണ്ട്, മുളക്, കത്തിരി, വഴുതനം, പിന്നെ വെള്ളരി. ഈ കൃഷികളെല്ലാം തന്നെ, ഈ വിളകളെല്ലാം തന്നെ ഒരേ തവണ കൃഷി ചെയ്യുന്നു അതോ ഈ ഓരോ സീസൺ മാറി മാറി കൃഷി? ഇല്ല, ഇത് എല്ലാ സമയവും നമ്മൾ ഓരോ സൈറ്റും ഒഴിയണ അനുസരിച്ച് പുതിയ ചെടി, പുതിയ പ്ലാന്റിങ് ചെയ്യുന്നുണ്ട്. ഓരോ ചെടിയും ഇപ്പോൾ വെണ്ടയാണ് ചെയ്യുന്ന സ്ഥലത്ത് അടുത്ത് വെള്ളരി ഇടും. ഇങ്ങനെ ഓരോന്നും മാറ്റി മാറ്റിയാണ് ഓരോ വെറൈറ്റിയും കൃഷി ചെയ്യുന്നത്. ഈ വെണ്ട എന്ന് പറയുമ്പോൾ ഇപ്പോൾ ബാക്കിയുള്ള കൃഷി വാഴയുണ്ടെന്ന്? വാഴയുണ്ട്. വാഴയിൽ ഏതൊക്കെയാണ് ഉള്ളത്? വാഴ, കപ്പയുണ്ട്, നേന്ത്രനുണ്ട്, കിൻഡലേത്തനുണ്ട്, മലകണ്ണയുണ്ട്, രസകദളി, മോറീസ, പിന്നെ ആറ്റിച്ചിങ്ങ, ഇങ്ങനെ ഇത്തിരി ഇനങ്ങളുണ്ട്. ഈ കിഴങ്ങ് വർഗ്ഗത്തിൽപ്പെട്ട ഏതൊക്കെയാണ്? കിഴങ്ങ് വർഗ്ഗം മരിച്ചിനിയുണ്ട്, കാച്ചിൽ, നെനകിഴങ്ങ്, കൂവക്കിഴങ്ങ്. ഇതെല്ലാം വിളവെടുത്ത് കഴിഞ്ഞു അല്ലേ? അപ്പോൾ അതേ സമയത്ത് ഈ കൃഷി ഇപ്പം പ്രധാനമായിട്ട് ഇന്നിപ്പോൾ എന്തൊക്കെയാണ് ആദായമുള്ളത്? ഇപ്പോൾ ആദായമുള്ളത് പയറും വെണ്ടയുമാണ് ഇപ്പോൾ വിളവെടുത്തുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം വിളവെടുത്ത് ഒരാഴ്ചയൊക്കെ ആയതേ ഉള്ളൂ വിളവെടുത്ത് തീർന്നിട്ട്. വീടിനു സമീപം ആരും കൃഷി ചെയ്യാതെ വെറുതെ കിടന്നിരുന്ന തരിശുഭൂമിയുടെ ഉടമകളെ കണ്ട് ആ കരഭൂമികൾ പാട്ടത്തിനെടുത്ത് കൃഷി ആരംഭിച്ചു. ഒരു വർഷം 5000 രൂപയോളം പാട്ടക്കൂലിയായി നൽകിയാണ് കൃഷി വിപുലപ്പെടുത്തിയത്.
ഇന്നിപ്പോൾ 1 ഏക്കർ സ്ഥലം സ്വന്തമായും പാട്ടത്തിനെടുത്ത 12 ഏക്കറോളം സ്ഥലവുമുണ്ട് മോഹനന്. വാഴകളിൽ കപ്പ എന്നറിയപ്പെടുന്ന ചെന്തുളുവൻ, റോബസ്റ്റ, ക്വിൻ്റൽ നേത്രൻ, പടറ്റി, പാളയംകോടൻ, രസകദളി എന്നിവ വൻതോതിൽ കൃഷി ചെയ്യുന്നു. പച്ചക്കറികളിൽ വെണ്ട, കോവൽ, പയർ, പാവൽ, പടവലം, വെള്ളരി, കത്തിരി, മുളക്, ചീര എന്നിവയും 1 ഏക്കറോളം തെങ്ങിൻ തോട്ടവും ഉണ്ട് മോഹനന്. കിഴങ്ങുവിളകളിൽ 6 മാസം മൂപ്പുള്ള ഉള്ളിച്ചമല എന്ന മരിച്ചീനിയും കൂവയും മുടങ്ങാതെ കൃഷി ചെയ്യുന്നുണ്ട്. 1 ഏക്കറിൽ നെല്ലിനങ്ങളായ ഉമ, അമ്പൈ 16 എന്നിവയും കൃഷി ചെയ്തു പോരുന്നു. കുളത്തൂർ പഞ്ചായത്ത് എന്ന് പറയുന്നത് കൃഷിക്കും മൃഗസംരക്ഷണത്തിനും അതുപോലെ തന്നെ മത്സ്യബന്ധനത്തിനും പ്രധാനമായിട്ടും ഊന്നൽ കൊടുക്കുന്ന ഒരു പഞ്ചായത്താണ്. ഞങ്ങളുടെ പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട ഒരു കർഷകനാണ് ശ്രീ മോഹൻ. ഇദ്ദേഹം ഏകദേശം 12 ഏക്കറോളം സ്ഥലത്ത് പച്ചക്കറിയും വാഴയും അതുപോലെ തന്നെ പശുക്കളും മറ്റ് കോഴി മുതലായവ വളർത്തുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പ്രധാന ഉപജീവന മാർഗ്ഗം എന്ന് പറയുന്നതും കൃഷി തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ കൃഷിഭവനിൽ നിന്ന് അല്ലെങ്കിൽ കൃഷി ഉദ്യോഗസ്ഥർ ഏതെങ്കിലും പുതിയ കാര്യം പറയുകയാണെങ്കിൽ അത് പെട്ടെന്ന് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു കർഷകനാണ് ശ്രീ മോഹൻ. അപ്പോൾ ഇദ്ദേഹം ഇവിടെ പച്ചക്കറി മുഴുവനും മൈക്രോ ഇറിഗേഷൻ പദ്ധതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഡ്രിപ്പ്, സ്പ്രിങ്ക്ലർ മുതലായവ ഉപയോഗിച്ചാണ് പൂർണ്ണമായിട്ടും കൃഷി ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇപ്പോൾ പുതുതായിട്ട് ഓപ്പൺ പ്രിസിഷൻ ഫാമിങ്ങും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ട ഡ്രിപ്പ് സിസ്റ്റം കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മൈക്രോ ഇറിഗേഷൻ പദ്ധതി പ്രകാരം ഞങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്യൂഡോമോണാസ്, വെർട്ടിസീലിയം മുതലായിട്ടുള്ള ജീവാണു കീടനാശിനികളും കുമിൾനാശിനികളും ആണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ കായ്ച്ചയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം ട്രാപ്പുകളാണ് അല്ലെങ്കിൽ കെണികളാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെടുകയും കൃഷി ഉദ്യോഗസ്ഥർ അതിനാവശ്യമായിട്ടുള്ള പരിഹാരം നിർദ്ദേശിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മണ്ണ് പരിശോധന റെഗുലറായിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ടും ചെയ്യുന്ന ഒരു കർഷകനാണ് ശ്രീ മോഹനൻ. ഇക്കൊല്ലം പച്ചക്കറി വികസന പദ്ധതി പ്രകാരം ഏറ്റവും നല്ല കർഷകനായിട്ട് അല്ലെങ്കിൽ ജില്ലയിലെ ഏറ്റവും നല്ല കർഷകനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ശ്രീ മോഹനെയാണ്. കഴിഞ്ഞ വർഷവും സംസ്ഥാന അവാർഡിന് പരിഗണിക്കപ്പെട്ട കർഷകരിൽ ഒരാളാണ് ശ്രീ മോഹൻ. അപ്പോൾ കുളത്തൂർ കൃഷിഭവൻ തന്നെ ഇപ്പോൾ അറിയപ്പെടുന്നത് ശ്രീ മോഹൻ്റെ ഒരു പേര് കൊണ്ടാണ്. അപ്പോൾ ജില്ലയിലും അല്ലെങ്കിൽ കൃഷി വകുപ്പിലും പ്രധാനമായിട്ട് അറിയപ്പെടുന്ന ഒരു കർഷകനാണ് ശ്രീ മോഹൻ. കാർഷിക വൃത്തിയുടെ സുഖവും നേട്ടവും അറിഞ്ഞ് ശ്രദ്ധയോടെ മുന്നോട്ട് പോയതിനാൽ കൃഷിഭവനുകളിൽ നടക്കുന്ന ജൈവ കൃഷിയുമായി ബന്ധപ്പെട്ട ചർച്ചാ ക്ലാസുകളിൽ പങ്കെടുക്കുകയും അവിടെ നിന്നും കേട്ടറിഞ്ഞ അറിവുകളുടെയും ആശയങ്ങളുടെയും ഫലമായി നൂതന കൃഷിരീതികൾ പരീക്ഷിക്കുവാൻ സാധിച്ചു. പച്ചക്കറിയെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന ഒരു ബ്ലോക്കാണ് പാറശാല ബ്ലോക്ക്. 6 പഞ്ചായത്തുണ്ട്. പൂവാർ ഒഴികെ മറ്റ് 5 പഞ്ചായത്തിലും വളരെ നല്ല രീതിയിൽ പച്ചക്കറി കൃഷിയുണ്ട്. അതിലും പ്രധാനമായിട്ടും വളരെ നല്ല രീതിയിൽ ചെയ്യുന്നത് കുളത്തൂർ പഞ്ചായത്തിലാണ്. കുളത്തൂർ പഞ്ചായത്തിൽ വിവിധ പച്ചക്കറികൾ നടത്തുന്നുണ്ട്. മോഹനെ സംബന്ധിച്ചിടത്തോളം മോഹനൻ ഒരു 30 വർഷം കൊണ്ട് കൃഷിക്കാരനാണ്. പച്ചക്കറി, വാഴ അങ്ങനെ പലതരം കൃഷി മോഹനൻ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ എല്ലാത്തരം പച്ചക്കറികളും ഈ മണ്ണിൽ കൃഷി ചെയ്യുന്നുണ്ട്. തികച്ചും ജൈവവള പ്രയോഗത്തിലൂടെ മാത്രം കൃഷി ചെയ്യുന്നതിനാൽ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. കൃഷിക്കായി പാട്ടത്തിനെടുക്കുന്ന ഭൂമിയിൽ ആദ്യമായി അതിരുകളിൽ ശീമക്കൊന്ന, പൂവരശ് എന്നിവയുടെ കമ്പുകൾ നട്ട് വേലിയുണ്ടാക്കും. ദിവസങ്ങൾക്കകം ഇവ വളരുമ്പോൾ ആവശ്യത്തിനുള്ള പച്ചിലകൾ ലഭിക്കും. ഇവയെ വളമാക്കി മാറ്റി കൃഷിക്കായി ഉപയോഗിക്കുന്നു. ഇപ്പം ഈ ഏത് രീതിയിലാണ് ഇപ്പം വെണ്ട എത്ര കൃഷിയുണ്ട്? വെണ്ട ഇപ്പോൾ 1.5 ഏക്കർ വെണ്ട ചെയ്തിരിക്കുന്നുണ്ട്. ഏതൊക്കെ കിഴങ്ങ് വർഗ്ഗങ്ങളിലാണ് കൃഷി ചെയ്യുന്നത്?
കിഴങ്ങ് വർഗ്ഗത്തിൽ കൂവയുണ്ട്, നെനയിഴങ്ങുണ്ട്, കാച്ചിലുണ്ട്, പിന്നെ മരിച്ചിനി. ഇതിൻ്റെ വിളവെടുപ്പെല്ലാം കഴിഞ്ഞു. വിളവെടുപ്പ് കഴിഞ്ഞു. മലക്കറികളില്ല, അതൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഉള്ളത് വെണ്ടയുണ്ട്, പയറുണ്ട്, പിന്നെ കുമ്പളമൊക്കെ കുറേശ്ശെ അവസാനത്തെ വിളവെടുപ്പിൻ്റെ ഇതുണ്ട് കുറേശ്ശെ. പയർ എത്ര ഏക്കറുണ്ട്? പയറിപ്പോൾ 1 ഏക്കറുണ്ട്. വെണ്ടയാണെങ്കിലോ? വെണ്ട 1.5 ഏക്കറുണ്ട്. 1.5 ഏക്കർ. ഈ വെണ്ട കൃഷിയിൽ ഒരു പുതിയ രീതിയാണ് ഇവിടെ അവലംബിച്ചിരിക്കുന്നത്. ഇത് എവിടെ നിന്നാണ് ഇത് പഠിച്ചത്? ഇത് പാലക്കാട് പെരുമാട്ടിയിൽ പോയപ്പോൾ അവിടെ ചെയ്തിരിക്കുന്ന കൃഷി രീതി കണ്ടാണ് പഠിച്ചത്. ആത്മയുടെ ഒരു ടൂർ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവിടെ പോയപ്പോൾ അവിടുത്തെ കൃഷി രീതി, അവിടെ കള നിയന്ത്രിക്കാനും ഈർപ്പം നിലനിർത്താനും, പിന്നെ നമുക്ക് ഒരു പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ 1 വർഷം വരെ ഇത് ഈ ചുവട്ടിൽ തന്നെ ഇടഭാഗത്ത് പുതിയ ചെടി വെച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ ആ രീതിയിലാണ് ലാഭകരമാക്കുന്നതിലേക്ക് വേണ്ടിയാണ് ഈ കൃഷി തുടങ്ങിയത്. ഇതിനൊരു എന്ത് തുടങ്ങുന്നതിനും ഒരു സാങ്കേതികമായിട്ടുള്ള ഒരു സഹായം വേണമല്ലോ, ഒരു ഉപദേശവും കിട്ടണം. അത് എവിടെ നിന്നാണ് കിട്ടുന്നത്? അത് നമ്മളെ കൃഷിഭവനിൽ കൃഷി ഓഫീസറാണ്, വിക്ടർ എന്ന് പറയും കൃഷി ഓഫീസർ. അങ്ങേരെ ഫീൽഡിൽ ഏത് സമയമായിരുന്നാലും ശരി തന്നെ വിളിച്ച് പറഞ്ഞാൽ ഉടനെ എത്തുകയും നമ്മളെ ഫീൽഡിൽ മറ്റ് കർഷകരെയും കൊണ്ടുവന്ന് പഠിപ്പിക്കുവാനും, നമ്മൾ ഏത് രീതിയിലൊക്കെ ചെയ്താൽ നമുക്ക് ലാഭകരത്തിൽ നമുക്ക് കൃഷി ഏത് പുതിയ രീതിയിൽ ചെയ്താൽ നമുക്ക് നല്ല വളർച്ചയിലോട്ട് പോകാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള നിർദ്ദേശമൊക്കെ തരുന്നത് കൃഷി ഓഫീസറാണ്. കുളത്തൂർ കൃഷിഭവനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഈ കർഷകൻ ആത്മ പദ്ധതി പ്രകാരം നടത്തിയ കൃഷിയിട സന്ദർശനത്തിൽ പങ്കെടുക്കുകയും തൃശ്ശൂരിലെയും ചിറ്റൂരിലെയും കൃഷിരീതികൾ കണ്ടു പഠിക്കുകയും ചെയ്തപ്പോൾ ചില ആശയങ്ങൾ മനസ്സിൽ രൂപപ്പെട്ടതിൻ്റെ ഫലമായി കൃത്യതാ കൃഷിയിൽ ശ്രദ്ധയൂന്നി. തൃശ്ശൂരിലും ചിറ്റൂരിലുമൊക്കെ വിജയകരമായി നടപ്പിലാക്കി വരുന്ന കൃത്യതാ കൃഷിയെപ്പറ്റി കൂടുതലായി മനസ്സിലാക്കുന്നതിനായി ശ്രീ മോഹനൻ കുളത്തൂർ കൃഷിഭവനിലെ കൃഷി ഓഫീസർ വിക്ടർ രാജുമായി ബന്ധപ്പെട്ടു. ഇത് വെഞ്ചൂറി എന്ന് പറയുന്നൊരു സംവിധാനം വഴിക്കാണ് നമ്മൾ ഈ ചെടിക്കെല്ലാം വളം കൊടുക്കുന്നത്. വെള്ളത്തിൽ പൂർണ്ണമായിട്ടും ലയിക്കുന്ന രാസവളങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ പൈപ്പ് ലൈനിൽ പാരലായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് കറണ്ടൊന്നും ഇല്ലാതെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വളം ഈ വെള്ളത്തിൻ്റെ കൂടെ കയറി പോകാനുള്ള ഒരു സംവിധാനമാണ് ഈ വെഞ്ചുറി എന്ന് പറയുന്നത്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇതിനാവശ്യമായിട്ട് അല്ലെങ്കിൽ ഒരു ദിവസം കൊടുക്കേണ്ട വളം വെള്ളത്തിൽ കലക്കി വയ്ക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. എന്നിട്ട് ഈ മെയിൻ ലൈൻ അടച്ചുകൊണ്ട് ഇതിൽ വരുന്ന വെള്ളം ഈ വെഞ്ചുറി വഴിക്ക് നമ്മൾ കയറ്റി വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ ഈ ഫോഴ്സ് കൊണ്ട് ഈ ടാങ്കിൽ നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന വളം ഉള്ളിലേക്ക് വലിക്കുകയും ഈ സിസ്റ്റം വഴിക്ക് പുരയിടത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരേപോലെ എത്തിച്ചേരുകയും ചെയ്യും. അപ്പോൾ ഓരോ വിളയ്ക്ക് നമ്മൾ ഓരോ ഷെഡ്യൂളാണ്. വെണ്ടയ്ക്ക് കൊടുക്കുന്ന വളമായിരിക്കില്ല അടുത്ത നമ്മൾ വഴുതന നടുകയാണെങ്കിൽ അതിന് കൊടുക്കുന്നത്. അപ്പോൾ ഓരോ വിളയ്ക്കും ഓരോ ഷെഡ്യൂളാണ് ഉണ്ട്. അതനുസരിച്ചാണ് ഓരോ ദിവസം കൊടുക്കേണ്ട വളം ഇത്രയാണ് നമ്മൾ കണക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ കൃത്യമായ അളവിലാണ് നമ്മൾ വളം ഇതിനകത്ത് കൊടുക്കുന്നത്. അങ്ങനെ തൻ്റെ 1.5 ഏക്കർ സ്ഥലത്ത് കൃത്യതാ കൃഷിക്ക് തുടക്കം കുറിച്ചു. വെണ്ട കൃഷിയായിരുന്നു തുടക്കം. താൻ പാരമ്പര്യമായി സംരക്ഷിച്ചു പോരുന്ന ആനക്കൊമ്പൻ എന്ന നാടൻ വെണ്ടയാണ് ഇതിനായി തിരഞ്ഞെടുത്തത്. ആദ്യമായി മണ്ണ് പരിശോധിച്ച് കുറവുകൾ കണ്ടെത്തി. ഒന്നും ചെയ്യാതെ വെട്ടും കിളയുമേൽക്കാതെ കിടന്ന കൃഷിയിടം JCB കൊണ്ട് ആഴത്തിൽ കിളച്ച് നിരപ്പാക്കി കല്ലുകൾ പെറുക്കി മാറ്റി വൃത്തിയാക്കി നിലമൊരുക്കി. അതിനുശേഷം ഏക്കറിന് 5 ടൺ ചാണകപ്പൊടി, 1 ടൺ കോഴിവളം, 250 കിലോ വേപ്പിൻ പിണ്ണാക്ക്, 200 കിലോ കുമ്മായം എന്നിവ മണ്ണിന് മുകളിൽ വിതറി ചെറുതായി കൊത്തിക്കിളച്ച് മണ്ണുമായി കൂട്ടിക്കലർത്തി അതിനുശേഷം 2 അടി വീതിയിലും 3 അടി അകലത്തിലുമുള്ള നീളത്തിൽ 1.5 അടി പൊക്കത്തിൽ തവാരണകൾ ഉണ്ടാക്കുന്നു. ഇതിനു മുകളിൽ 15 കിലോ ട്രൈക്കോഡെർമ ചാണകവുമായി കൂട്ടിക്കലർത്തി വിതറുന്നു. ഈ തവാരണകളുടെ നടുവിൽ കൂടി തുള്ളി നനയ്ക്കുള്ള പൈപ്പ് സംവിധാനവും ഒരുക്കുന്നു. 3 അടി അകലത്തിൽ വെള്ളം വീഴത്തക്ക രീതിയിലാണ് ഇത് ചെയ്യുന്നത്. അതിനുശേഷം 30 മൈക്രോൺ ഘനമുള്ള പോളിഷീറ്റുകൾ തവാരണകൾ മൂടത്തക്ക വിധം നീളത്തിൽ വിരിക്കുന്നു. ഇവ കാറ്റത്ത് പറന്നു പോകാതിരിക്കുവാനും മണ്ണിനോട് പതിഞ്ഞിരിക്കുവാനുമായി താഴ്ഭാഗത്ത് മണ്ണുകൊണ്ട് മൂടി സുരക്ഷിതമാക്കുന്നു. ഇത്തരം കൃഷിയിലെ വളപ്രയോഗവും തുള്ളി നനയിൽ കൂടിയാണ്. കിണറ്റിൽ നിന്നും പമ്പ് ചെയ്ത് വെഞ്ചുറിലെത്തുന്ന വെള്ളത്തിൽ പ്രത്യേക സംവിധാനത്തിലൂടെ കൃത്യമായ അളവിലുള്ള മൂലകങ്ങൾ കൂട്ടിക്കലർത്തി ചെറു പൈപ്പുകളിൽ കൂടി
ചെടികളുടെ ചുവട്ടിലെത്തിക്കുന്നു. വെണ്ട അധികം വളർച്ച എത്തുന്നതിന് മുൻപ് വിളവെടുക്കണം. കായ്കൾ യഥാസമയം പറിച്ചെടുത്താലേ കൂടുതൽ വിളവ് ലഭിക്കുകയുള്ളൂ. വിളവെടുപ്പ് തീരുന്നതിന് മുമ്പായി ആരോഗ്യമുള്ള ലക്ഷണമൊത്ത വെണ്ട വിത്തിനായി ചെടിയിൽ തന്നെ നിർത്തിയ ശേഷം നന്നായി ഉണങ്ങിക്കഴിയുമ്പോൾ പറിച്ചെടുത്ത് സൂക്ഷിക്കണം. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തേജസ്വിനി നീര ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കും. സൂക്ഷ്മകൃഷിയിൽ പരിശീലനം. വിശദമായ വാർത്തകളിലേക്ക്. കേരളത്തിലെ നാളികേര കർഷകരുടെ ആദ്യ ഉൽപ്പാദക കമ്പനിയായ കണ്ണൂർ ചെറുപുഴ തേജസ്വിനി നീര ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കും. ആദ്യഘട്ടം കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഏപ്രിലിൽ നീര ശർക്കര വിപണിയിലിറക്കും. തേജസ്വിനിയിലെ 10 ചെത്തുകാർക്ക് നാളികേര വികസന ബോർഡിന്റെ കളമശ്ശേരി SCMSൽ പരിശീലനം നൽകും. ദിവസം 1000 ലിറ്റർ നീര സംസ്കരിക്കാൻ ശേഷിയുള്ള നീര പ്ലാന്റാണ് തേജസ്വിനി ആരംഭിക്കുന്നത്. ചെത്തുന്ന നീരയുടെ അളവനുസരിച്ച് കർഷകർക്കും ചെത്തുകാർക്കും വരുമാനം ഉറപ്പാക്കുന്ന രീതിയിലാണ് തേജസ്വിനി ഉൽപ്പാദനം ആരംഭിക്കുന്നത്. തവന്നൂർ പ്രിസിഷൻ ഫാമിംഗ് ഡെവലപ്മെന്റ് സെന്ററിൽ നിന്നും സൂക്ഷ്മ കൃഷി, സൂക്ഷ്മ ജലസേചനം, ഫെർട്ടിഗേഷൻ, ഗ്രീൻ ഹൗസ് കൃഷി എന്നീ വിഷയങ്ങളിൽ പരിശീലനം നൽകുന്നു. ഒരു ഗ്രൂപ്പിൽ 30 പേരെ ഉൾപ്പെടുത്തിയാണ് പരിശീലന ക്ലാസ് സംഘടിപ്പിക്കുന്നത്. താൽപ്പര്യമുള്ളവർ തവന്നൂർ പ്രിസിഷൻ ഫാമിംഗ് ഡെവലപ്മെന്റ് സെന്ററുമായി ബന്ധപ്പെടണം. പഴം, പച്ചക്കറി, സുഗന്ധവ്യഞ്ജനങ്ങളുടെ മൂല്യവർദ്ധന സംരംഭങ്ങൾക്ക് 10 ലക്ഷം രൂപ വരെ അഗ്രി ബിസിനസ് കൺസോർഷ്യം സബ്സിഡി നൽകും. ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പാബന്ധിതമായ പദ്ധതികളാണ് ഇതിനായി പരിഗണിക്കുക. വ്യക്തികൾക്കും സ്വയം സഹായ സംഘങ്ങൾക്കും ധനസഹായത്തിന് അർഹതയുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് SFAC മാനേജിംഗ് ഡയറക്ടറുമായി ബന്ധപ്പെടേണ്ടതാണ്. കാലിക്കറ്റ് സർവകലാശാലയുടെ കീഴിലുള്ള ക്യാമ്പസുകളിൽ ഹരിതവൽക്കരണം ലക്ഷ്യമിട്ട് ഹരിത ക്യാമ്പസ് അവാർഡ് നൽകുന്നു. ഇതിനായി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മാർച്ച് 31. വെറ്റിനറി സർവകലാശാലയുടെയും മൃഗസംരക്ഷണ വകുപ്പിന്റെയും നേതൃത്വത്തിൽ ക്ഷീരകർഷക സംവാദം കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് മാർച്ച് 26-നും കാസർഗോഡ് മാർച്ച് 27-നും നടത്തുന്നു. തിരുവനന്തപുരം ബാലരാമപുരം നാളികേര ഗവേഷണ കേന്ദ്രത്തിൽ കേരശ്രീ, കേരസങ്കര എന്നീ T*D സങ്കരയിനം തെങ്ങിൻ തൈകൾ വിതരണം ചെയ്യുന്നു. 100 രൂപയാണ് തെങ്ങിൻ തൈകളുടെ വില. കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്തിലെ 7-ാം വാർഡിൽ ഹരിശ്രീ കുടുംബശ്രീ നടത്തിയ ജൈവ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് ആരംഭിച്ചു. 5 പേരടങ്ങുന്ന ഭാഗ്യലക്ഷ്മി JLG-യാണ് ഒരേക്കർ സ്ഥലത്ത് കൃഷി വകുപ്പിന്റെയും പഞ്ചായത്തിന്റെയും സഹകരണത്തോടെ പച്ചക്കറി കൃഷി ചെയ്തത്. വെള്ളരി, മത്തൻ, ചീര, വെണ്ട, പയർ എന്നിവ കുടുംബശ്രീ ചന്തകളിലൂടെയാണ് വിറ്റഴിക്കുന്നത്. വെള്ളരിയുടെ വിളവെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. കൂട്ടായ്മയിലൂടെ നമ്മൾ കുടുംബത്തിലേക്ക് നമുക്ക് വരുമാനം വർദ്ധിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. കുടുംബശ്രീയിൽ നല്ലൊരു പേരുണ്ടാക്കിയിട്ടുണ്ട്. കുടുംബശ്രീയിലെ അംഗങ്ങൾക്കെല്ലാം നമ്മളോട് നല്ല താല്പര്യമാണുള്ളത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി കുടുംബശ്രീ കയ്യൂർ ചീമേനി പഞ്ചായത്തിൽ പച്ചക്കറി കൃഷി വിജയകരമായി നടത്തുകയാണ്. മണിക്കൂറിൽ 15 കിലോ കൂർക്കയുടെ തൊലി കളയാവുന്ന യന്ത്രം തവനൂർ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജിൽ വികസിപ്പിച്ചു. വീട്ടാവശ്യത്തിനും വ്യാവസായിക അടിസ്ഥാനത്തിലും കൂർക്കയുടെ തൊലി കളഞ്ഞ് ഉപയോഗിക്കാവുന്ന തരത്തിലുള്ളതാണ് പുതിയ യന്ത്രം. കൂർക്കയുടെ തൊലി കളയുന്ന യന്ത്രത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന്
തവനൂർ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജിലെ ഫാം പവർ മിഷനറി മേധാവിയുമായി ബന്ധപ്പെടുക. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചിയിൽ ക്വിൻ്റലിന് 12,200 രൂപ, കോഴിക്കോട് 13,200, തൃശ്ശൂരിൽ 12,100. കൊപ്ര കൊച്ചി 8,650, കോഴിക്കോട് 8,700, തൃശ്ശൂർ 8,430. കുരുമുളക് അൺഗാർബിൾഡ് 50,900, ഗാർബിൾഡ് 52,900. ചുക്ക് മീഡിയം 23,000, ചുക്ക് ബെസ്റ്റ് 24,000. മഞ്ഞൾ സേലം 7,200, മഞ്ഞൾ ഈറോഡ് 7,500. അടയ്ക്ക പുതിയത് 14,500 മുതൽ 15,500 രൂപ വരെ. കൊച്ചി റബ്ബർ RSS 5 14,450 രൂപ, റബ്ബർ RSS 4 14,900. കോട്ടയം റബ്ബർ RSS 5 14,500, റബ്ബർ RSS 4 14,875 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ ക്വിൻ്റലിന് 12,200 രൂപ, മാർച്ച് അവധി 12,100, ഏപ്രിൽ അവധി 11,400, മെയ് അവധി 11,180, ജൂൺ അവധി 10,780. കൊപ്ര 8,440 മുതൽ 8,650 വരെ. പിണ്ണാക്ക് എക്സ്പെല്ലർ 2,900, പിണ്ണാക്ക് റോട്ടറി 3,000, കുരുമുളക് അൺഗാർബിൾഡ് 50,900, ഗാർബിൾഡ് 52,900. ചുക്ക് മീഡിയം 23,000, ചുക്ക് ബെസ്റ്റ് 24,000. മഞ്ഞൾ നാടൻ 6,200. അടയ്ക്ക പുതിയത് 14,500 മുതൽ 15,500 രൂപ വരെ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 340 രൂപ മുതൽ 350 രൂപ വരെ. ജാതിക്ക തൊണ്ടില്ലാത്തത് 640 മുതൽ 700 രൂപ വരെ. ജാതിപത്രി 800 മുതൽ 850 രൂപ വരെ. ഗ്രാമ്പു 950 രൂപ. റബ്ബർ RSS 5 ക്വിൻ്റലിന് 14,450 രൂപ, റബ്ബർ RSS 4 14,900. ഒട്ടുപാൽ 11,200, ലാറ്റക്സ് 10,500 രൂപ. കമ്പോള അവലോകനം. വരണ്ട കാലാവസ്ഥ മൂലം ലേലകേന്ദ്രങ്ങളിലേക്കുള്ള ഏലക്ക വരവ് ചുരുങ്ങിയത് നിരക്കുയർത്തി. ഇടുക്കിയിലെ ശാന്തൻപാറയിൽ നടന്ന ലേലത്തിൽ മികച്ച ഇനങ്ങൾക്ക് കിലോഗ്രാമിന് 890 രൂപയും ശരാശരി ഇനങ്ങൾക്ക് 667 രൂപയും ഉറപ്പുവരുത്താനായി. വിദേശ ഓർഡറുകൾ മുൻനിർത്തി കയറ്റുമതിക്കാർ ലേലത്തിൽ സജീവമായിരുന്നു. മലബാറിലെയും മധ്യകേരളത്തിലെയും പ്രമുഖ വിപണിയിലേക്കുള്ള നാളികേരത്തിന്റെ വരവ് ചുരുങ്ങിയത് കൊപ്രയ്ക്ക് താങ്ങായി. മില്ലുകാർ കൊപ്രയിൽ താൽപ്പര്യം കാണിച്ചെങ്കിലും എണ്ണയ്ക്ക് ആവശ്യക്കാർ കുറവാണ്. കൊച്ചി, കോഴിക്കോട്, തൃശ്ശൂർ മാർക്കറ്റുകൾ സ്റ്റഡിയാണ്. റബ്ബർ വില ഇടപാടുകളുടെ ആദ്യ പകുതിയിൽ മികവ് കാണിച്ചെങ്കിലും പിന്നീട് തളർച്ചയിലേക്ക് നീങ്ങി. കോട്ടയത്ത് നിരക്ക് അല്പം കുറഞ്ഞപ്പോൾ കൊച്ചിയിലും 4ാം ഗ്രേഡ് വിലയിൽ മാറ്റമില്ല. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 35.7 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.2 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 35.2, 24.4. കൊച്ചി 34.8, 23.8. ആലപ്പുഴ 33.2, 25.3. പുനലൂർ 37.5, 21. തിരുവനന്തപുരം കൂടിയ താപനില 36.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.